ഖാലു ഇൻ ഹാദാനി ലസാഹിറാനി യുരീദാനി അൻ യുഖ്രിജാകും മിൻ അർദികും ബിസിഹ്രിഹിമ. യുരീദാനി അവർ ഇരുവരും, മൂസ ഹാറൂൻ ഇരുവരും ഉദ്ദേശിക്കുന്നു, അൻ യുഖ്രിജാകും നിങ്ങളെ പുറപ്പെടുവിക്കാൻ, നിങ്ങളെ പുറത്തു കൊണ്ടുപോകാൻ. എവിടുന്ന്? മിൻ അർദികും നിങ്ങളുടെ നാട്ടിൽ നിന്ന്, നിങ്ങളുടെ മിസ്റിൽ നിന്ന്, ബിസിഹ്രിഹിമ അവരുടെ സിഹിർ കൊണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. വയദ്ഹബാ ബിതരീഖതികുമുൽ മുസ്ല. വയദ്ഹബാ അവർ ഇരുവരും പോകാനും. എന്തുകൊണ്ട്? ബി തരീഖത്തിക്കും നിങ്ങളുടെ തരീഖത്ത് കൊണ്ട്. എങ്ങനെയുള്ള നിങ്ങളുടെ തരീഖത്ത്? അൽമുസ്ല. അൽമുസ്ല എന്ന് പറഞ്ഞാൽ ഏറ്റവും അംസലായ, അംസൽ എന്നതിൻ്റെ സ്ത്രീലിംഗാണ് മുസ്ല. ഏറ്റവും മാതൃകാപരമായ, മാതൃകായോഗ്യമായ, ഏറ്റവും മാതൃകായോഗ്യമായ നിങ്ങളുടെ തരീഖത്ത്, അത് നിങ്ങളുടെ സുന്നത്ത്, നിങ്ങളുടെ ആദത്ത്, നിങ്ങളുടെ സമ്പ്രദായം. അതാണ് ഇവിടെ തരീഖത്ത് എന്നാൽ സമ്പ്രദായം. തരീഖ എന്നാൽ വഴി എന്നർത്ഥം. എന്തിനാ വഴി? തരീഖ് എന്തിനാ? വഴി എന്തിനാ? ആ വഴിയിലൂടെ നടന്നിട്ട് ലക്ഷ്യത്തിലെത്താനാണ്. ആദത്തുകളും സുന്നത്തുകളും എന്തിനാണ്? അത് പിൻപറ്റിയിട്ട് നമ്മൾ ലക്ഷ്യത്തിലെത്താനാണ്. അതുകൊണ്ടാണ് ആദത്തുകൾക്ക് സുന്നത്തുകൾക്ക് തരീഖത്ത് എന്ന് പറയുന്നത്. വയദ്ഹബ മൂസയും ഹാറൂനും പോകും, ബി തരീഖത്തിക്കും നിങ്ങളുടെ സമ്പ്രദായങ്ങൾ കൊണ്ട്, നിങ്ങളുടെ സ്വഭാവങ്ങൾ കൊണ്ട്, നിങ്ങളുടെ ശരീഅത്തുകൾ കൊണ്ട് പോകും. നിങ്ങളുടെ ശരീഅത്ത് അൽ മുസ്ല ഏറ്റവും മാതൃക യോഗ്യമാണ്. ഏതൊരു ജനതക്കും അവരുടെ ഉണ്ടല്ലോ സംസ്കാരം, അവരുടെ സ്വഭാവം, അവരുടെ ജീവിത രീതി സ്വാർത്ഥമാണ് ഇതല്ലേ. അപ്പോൾ അത് കൊണ്ടുപോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൊണ്ടുപോകാൻ ആരും സമ്മതിക്കില്ല. പ്രത്യേകിച്ച് ആ നാട്ടുകാർ, മിസ്റുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നൈൽ നദിയെ കേന്ദ്രീകരിച്ചിട്ട് അവർക്ക് എന്തുണ്ട്? കുറേ അവർക്ക് അവരുടെ സ്വഭാവങ്ങളുണ്ട്, അവരുടെ സംസ്കാരങ്ങളുണ്ട്, അവരുടെ ആദർശങ്ങളും വിഷയങ്ങളും ഉണ്ട്. അത് അവർ അതിൽ പൂണ്ട് പിടിക്കുന്ന ഒരു ജനതയാണ് പണ്ട് കാലം മുതൽ. അപ്പോൾ അത് ഇവർ രണ്ടാളും അടിച്ചുകൊണ്ട് പോകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂസയും ഹാറൂൻ, അതാണ് ഫിറൗൻ്റെ വളവ്. ആണ് വയദ്ഹബ ബി തരീഖത്തിക്കും അൽ മുസ്ല. മുസ്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മാതൃകായോഗ്യമായതാണ് നിങ്ങളുടെ തരീഖത്ത്, നിങ്ങളുടെ സ്വഭാവങ്ങൾ, നിങ്ങളുടെ സംസ്കാരങ്ങൾ, നിങ്ങളുടെ ശരീഅത്ത്, അവർ ജീവിക്കുന്ന ആ ഒരു ജീവിത രീതി. അത് അവരളക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പറയണത് എന്താ? ഫഅജ്മിഉ കൈദക്കും സുമ്മഅ്തു സഫ. ഫഅജ്മിഉ കൈദക്കും. എന്താ അജ്മിഉ കൈദക്കും? അജ്മിഉ നിങ്ങൾ ഒന്നിപ്പിക്കുക, ഒന്നിപ്പിക്കുക. അതിനാൽ അജ്മിഉ നിങ്ങൾ ഒന്നിപ്പിക്കുക, കൈദക്കും നിങ്ങളുടെ കൈദ്. കൈദാണ് തന്ത്രം. ഒരു ലോകം ഒന്നായിട്ടില്ലേ? അപ്പോൾ ഓരോരുത്തർ പ്രയോഗിക്കാതെ എല്ലാവരും ഒന്നിച്ച് ആകുമ്പോഴെന്തായി? അത് ഉഷാറായി. സംഭാവന കൂമ്പാരമായാൽ പരിപാടി ഗംഭീരാകുന്നറില്ലേ? അതേപോലെ എല്ലാവരോടും പറയാണ് അവരുടെ കൈദ്, തന്ത്രം, അത് ഏകോപിപ്പിക്കാൻ. ഫഅജ്മിഉ കൈദക്കും. എന്നിട്ട് സുമ്മഅ്തു സഫ. സുമ്മഅ്തു പിന്നീട് നിങ്ങൾ വരൂ, സഫൻ. സഫ എന്ന് പറഞ്ഞാൽ അണിയായിട്ട്. ഇത് ഈ മരണക്കാരുടെ അടക്കം പറച്ചിലിൽ പെട്ടതാണിത്. അവർ അടക്കം പറയാൻ ഒരുമിച്ച് കൂടിയാറില്ലേ? അതും വളരെ സ്വകാര്യത്തിൽ മൂസയിലേക്കൊന്നും വാർത്ത ചോർന്നു പോകാത്ത രീതിയിൽ അവർ അടക്കം പറയുന്ന വിഷയമാണല്ലോ. അപ്പോൾ അവർ പറയാണ് അജ്മിഉ കൈദക്കും. ഈ മരണക്കാരെ അന്യോന്യം പറയാണ്, നമ്മൾ ഓരോരുത്തരും അവനാൻ്റെ തന്ത്രം എന്താ എറിയണ്ട, പിന്നെയോ ഓരോരുത്തരുടേതിനും പകരം എല്ലാവരും അവരുടേത് എന്ത് ചെയ്യുക? ഒന്നിപ്പിക്കുക. എന്നിട്ട് സുമ്മഅ്തു സഫ എന്നാണ്. ഒരാൾ അവിടുന്ന് വന്നു, ഒരാൾ ഇവിടുന്ന് വന്നു, അങ്ങനെയല്ല. പിന്നെയോ സഫായിട്ട്. അതുകൊണ്ടാണ് ചരിത്രത്തിൽ നമ്മൾ വായിക്കുന്നത് ഇവരെല്ലാവരും പുലിത്തോല് ധാരികളായിരുന്നു എന്നാണ്. പുലിത്തോല് ധരിച്ചിട്ട് സഫായിട്ട് വന്നു എന്നാണ്. സഫ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സഫല്ല, സാഫീൻ എന്ന അർത്ഥത്തിലാണ്. പല സഫുകളായിട്ട് വന്നു. അത്രമാത്രം ഈജിപ്തിൽ നിന്ന് എല്ലായിടത്തും എന്ത് ചെയ്തിട്ടുണ്ട് എന്നാണ്? മരണക്കാരെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട്. അവരെല്ലാവരും സഫായിട്ട് വന്നു എന്നാണ് ഈ വേഷത്തിൽ. അപ്പോൾ നോക്കിയേ എങ്ങനെ ഉണ്ടാവും ആ വരവ്? അതെന്തിനാണ് വരുന്നത്? ആ വരവിൽ തന്നെ വരെ തോൽപ്പിക്കാനാണ്. ഇവർ കണ്ടിട്ട് ബേജാറാകാൻ വേണ്ടിയിട്ടാണ്. സുമ്മഅ്തു സഫൻ, സുമ്മഅ്തു സാഫീൻ, വജാഅ റബ്ബുക വൽ മലക്കു സഫൻ. സഫൻ എന്ന് പറഞ്ഞാൽ എന്താ? മലക്കുകൾ സഫുകളായിട്ട് വരിക എന്നുള്ളതല്ല. അതേപോലെ ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ കഅന്നഹും ബുനിയാനുൻ മർസൂസ്. യുഖാതിലൂന ഫീ സബീലിഹി, അള്ളാഹിൻ്റെ മാർഗത്തിൽ അവർ ഈ ഖിതാൽ നടത്തണം. സഫൻ എന്ന് പറഞ്ഞാൽ ഒരു സഫ് എന്നാ അല്ല, പിന്നെ സഫുകളായിട്ട്. അതേപോലെ ഈ മരണക്കാരൊക്കെ പ്രത്യേക വേഷം ധരിച്ചിട്ട് സഫുകളായിട്ട് നിന്നിട്ട് വരാനാണ്. എവിടേക്ക്? ഈ യൗമുസ്സീനയിൽ ആ മൗഇദിലേക്ക്. സുമ്മഅ്തു സഫ.